സോ ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാനിന്ന് കാന്ത കണ്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. സോ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് ഫിലിം. ലൈക്ക് ഒരു പഴയ കാലഘട്ടം എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ് കാന്ത. അതിൽ എനിക്ക് പറയേണ്ടത്, എനിക്ക് പെർഫോമൻസ് വൈസ് ദുൽഖറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആൻഡ് സെക്കൻഡ്, എനിക്ക് പെർഫോമൻസ് വൈസ് ഇഷ്ടപ്പെട്ടത് റാണാ ദഗുപതിയാണ്. ലൈക്ക് ഈ ലൈക്ക് എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു വേറൊരു രീതി. ലൈക്ക് പുള്ളിയുടെ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ. ആൻഡ് ഇതിൽ ഒരു ക്രൈം വന്നിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഒരു കുറച്ച് സ്പോയിലറൊക്കെ ഉള്ളതാണ് ഇപ്പോൾ. സോ ഇതുവരെ തിയേറ്ററിൽ ചെന്ന് കാണാൻ പറ്റാത്തവർ അത് കണ്ടിട്ട്, നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്, സോ അത് കണ്ടിട്ട് നേരെ വരാം വീഡിയോയിലേക്ക്. ഓക്കെ. സോ ഇതിലൊരു ക്രൈം നടക്കുന്നുണ്ട്. സോ അത് അന്വേഷിക്കുന്ന രീതി ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ആക്ടറും ഡയറക്ടറും തമ്മിൽ നടക്കുന്ന ആ ഒരു, ഞാൻ ട്രെയിലർ റിയാക്ഷനിൽ അതിൽ പറഞ്ഞിരുന്നു, അതേ സെയിം സംഭവം തന്നെയാണ് ഇതിലുള്ളത് ത്രൂ ഔട്ടായിട്ട്. ആൻഡ് അതിൽ ലൈക്ക് അഫ്കോഴ്സ് നടി നമ്മുടെ പുള്ളിക്കാരത്തിൻ്റെ പേരെന്തായിരുന്നു, ഒരു മിനിറ്റ്. സോ നടിയുടെ പേര് ഭാഗ്യശ്രീ ബോർസെ എന്നാണ്. പുള്ളിക്കാരത്തി നല്ല ടോപ്പ് നോച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തത്, ആ പഴയ കാലഘട്ടത്തിലത്തെ ഒരു തമിഴ് സ്പീക്കിംഗ് രീതികളുണ്ട്, അതുപോലെയാണ് ആ ഒരു സീക്വൻസസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ലൈക്ക് മൂവിക്കുള്ളിൽ ഒരു മൂവി എന്നുള്ള രീതിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ ദുൽഖർ എൻ്റെ പൊന്നു, ലൈക്ക് ചില എന്താ പറയുക, രംഗങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇമോഷണൽ ആവുന്നതൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് അത്രയും സങ്കടമാവും. ആൻഡ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം വന്ന കുറച്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതെനിക്ക് അത്ര അങ്ങോട്ട് കൺവിൻസ് ആയില്ല. കുഴപ്പമില്ല, ഒരു ഒരു എന്താ പറയുക, ടേലന്റ് ട്വിസ്റ്റ് പോലെയൊക്കെയുള്ള സംഭവമാണ് അവർ ഉദ്ദേശിച്ചത്. ബട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് ഒരു തോന്നില്ല. പക്ഷെ നല്ല രീതിയിൽ സ്റ്റോറി ബിൽഡായി വന്നിരുന്നു. ആൻഡ് അഫ്കോഴ്സ് കുറച്ച് ക്ഷമയുള്ളവർ എന്തെങ്കിലും കണ്ടിരിക്കണം. ഇത് പടം അത്യാവശ്യം ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ആണെന്ന് തോന്നുന്നു. ആൻഡ് അത് എക്സീഡ് ആവുന്നുണ്ട്, 3 hours തന്നെ പിടിക്കും. അപ്പം അതിൽ വളരെ സ്ലോ പേസിങ് ആയിട്ടാണ് പോകുന്നത്. ചില മൊമെന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല, ക്ഷമയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ. നമ്മളൊരു ഫാസ്റ്റ് പേസിങ് മൂവിയാണെന്ന് ധരിക്കരുത്, ഒരു സ്ലോ പേസിങ് മൂവിയാണ്. ആൻഡ് ആ രീതിയിൽ എടുത്താലേ ഇതിൽ കാര്യമുള്ളൂ. കാരണം കുറേ കാര്യങ്ങൾ ഇതിൽ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സോ ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നല്ല മൂവിയാണ്. ഓഫ്കോഴ്സ് യു ഷുഡ് വാച്ച് ഇറ്റ് ഓൺ നെറ്റ്ഫ്ലിക്സ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.